ഉൽപ്പത്തി പുസ്തകം 40 അധ്യായം. ബാരക്കോർ. അനന്തരം മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അല്പക്കാരനും മിസ്രയീം രാജാവായ തങ്ങളുടെ യജമാനോട് കുറ്റം ചെയ്തു. ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അല്പക്കാരുടെ പ്രമാണിയുമായ തൻ്റെ 2 ഉദ്യോഗസ്ഥന്മാരോടുകൂടെ കോപിച്ചു. അവരെ അകമ്പടി നായകൻ്റെ വീട്ടിൽ യോസേഫ് വധനായി കിടന്ന കാരാഗൃഹത്തിലാക്കി. അകമ്പടിക്കാരൻ അവരെ യോസേഫിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. അവനെ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവർ കുറേ കാലം തടവിൽ കിടന്നു. മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗൃഹത്തിൽ ബദ്ധന്മാരായിരുന്ന 2 പേരും ഒരു രാത്രി തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. രാവിലെ യോസേഫ് അവരുടെ അടുക്കൽ വന്നു നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവൻ യജമാനൻ്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവനായ ഫറവോൻ്റെ ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടെ ഇരിക്കുന്നത് എന്ത് ചോദിച്ചു. അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസേഫ് അവരോട്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലല്ലോ, അത് എന്നോട് പറയുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിൻ്റെ തന്നെ സ്വപ്നം അറിയിച്ച് പറഞ്ഞത്, എൻ്റെ സ്വപ്നത്തിൽ ഇതാ എൻ്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളി, മുന്തിരിവള്ളിയിൽ 3 കൊമ്പ്, അത് തളിർത്ത് പൂത്ത് കുലകളിൽ മുന്തിരിങ്ങ പഴുത്ത ഫറവോൻ്റെ പാനപാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മുന്തിരിവെള്ളം പറിച്ചു ഫറവോൻ്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു, പാനപാത്രം ഫറവോൻ്റെ കയ്യിൽ കൊടുത്തു. യോസേഫ് അവനോട് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം ഇതാകുന്നു, 3 കൊമ്പ്, 3 ദിവസം, 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്താക്കും. നീ പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവുപോലെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എൻ്റെ ഈ വീട്ടിൽ നിന്നും വിടുവിക്കണമേ. എന്നെ ഇബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടുപോകുന്നതാകുന്നു ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. അർത്ഥം നല്ലതെന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് യോസേഫിനോട്, ഞാൻ ഈ സ്വപ്നത്തിൽ എൻ്റെ തലയിൽ വെളുത്ത അപ്പമുള്ള 3 കുട്ട കണ്ടു. മേലത്തെ കുട്ടയിൽ ഫറവോൻ്റെ വക അപ്പത്തരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. പക്ഷികൾ എൻ്റെ തലയിലെ കൊട്ടയിൽ നിന്ന് അവയെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. അത് യോസേഫ്, അതിൻ്റെ അർത്ഥം ഇതാകുന്നു, 3 കുട്ട, 3 ദിവസം, 3 ദിവസത്തിനകം ഫറവോൻ നിന്റെ തല വെട്ടി നിന്നെ ഒരു മരത്തിന്മേൽ തൂക്കും. പക്ഷികൾ നിന്റെ മാംസം തിന്നുകളയും എന്ന് ഉത്തരം പറഞ്ഞു. 3-ാം നാൾ ഫറവോൻ്റെ തിരുനാളിൽ അവൻ തൻ്റെ സകലദാസന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. അവൻ്റെ സ്ഥാനത്താക്കി അപ്പക്കാരുടെ പ്രമാണിയോ അവനെ തൂക്കി. യോസേഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ എങ്കിലും പാനപാത്രം വാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു.